ശിവപുരാണം എന്നത് ഹൈന്ദവതയിലെ പ്രധാനപ്പെട്ട 18 മഹാപുരാണങ്ങളിൽ ഒന്നാണ്. ഇത് പ്രധാനമായും ഭഗവാൻ ശിവന്റെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെയും മഹത്വത്തെയും കുറിച്ചുള്ള ഒരു ഗ്രന്ഥമാണ്. ശിവപുരാണത്തിലെ പ്രധാന വിഷയങ്ങൾ ശിവന്റെ ഉത്ഭവം, ലീലകൾ, രൂപങ്ങൾ, നാമങ്ങൾ, അദ്ദേഹത്തിന്റെ ശക്തി, സ്വഭാവം എന്നിവയെല്ലാം ഇതിൽ വിശദീകരിക്കുന്നു. ശിവനാണ് പരമമായ സത്യം, പരബ്രഹ്മം എന്ന് ഈ പുരാണം പ്രഖ്യാപിക്കുന്നു. ശിവന്റെ ഭാര്യയായ ശക്തി, മക്കളായ ഗണപതി, സുബ്രഹ്മണ്യൻ എന്നിവരെ കുറിച്ചുള്ള കഥകളും വിവാഹം, ജനനം തുടങ്ങിയ സംഭവങ്ങളും ഇതിൽ പ്രതിപാദിക്കുന്നു. സൃഷ്ടി, സ്ഥിതി, സംഹാരം, പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, പരിപാലനം, ഒടുവിലെ സംഹാരം എന്നിവയിൽ ശിവനുള്ള പങ്ക്, ബ്രഹ്മാവ്, വിഷ്ണു എന്നിവരുമായുള്ള ശിവന്റെ ബന്ധവും ഇതിൽ വിവരിക്കുന്നു. ശിവനെ ആരാധിക്കേണ്ട രീതികൾ, പൂജകൾ, വ്രതങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഭാരതത്തിലെ പ്രധാനപ്പെട്ട 12 ജ്യോതിർലിംഗങ്ങളുടെയും ഉത്ഭവത്തെയും മഹത്വത്തെയും കുറിച്ചുള്ള കഥകൾ ശിവപുരാണത്തിൽ കാണാം. ശിവഭക്തിയുടെ പ്രാധാന്യം, മുക്തി നേടാനുള്ള മാർഗങ്ങൾ, യോഗം, ജ്ഞാനം എന്നിവയെക്കുറിച്ചുള്ള ഉപദേശങ്ങളും പുരാണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശിവപുരാണം പലപ്പോഴും സംഹിതകൾ ആയി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. വിവിധ ഭാഷ്യങ്ങളിൽ ഈ സംഹിതകളുടെ എണ്ണത്തിലും പേരുകളിലും നേരിയ വ്യത്യാസങ്ങൾ കാണാമെങ്കിലും പൊതുവായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ചില പ്രധാന സംഹിതകൾ താഴെ പറയുന്നവയാണ്. വിദ്വേശ്വര സംഹിത, ശിവന്റെ മഹത്വം, രുദ്രാക്ഷം, പഞ്ചാക്ഷരി മന്ത്രം എന്നിവയുടെ പ്രാധാന്യം. രുദ്ര സംഹിത, ശിവന്റെ വിവാഹം, സതീദേവിയുടെയും പാർവതിയുടെയും കഥകൾ, ഗണപതിയുടെയും സുബ്രഹ്മണ്യന്റെയും ജനനം. കൈലാസ സംഹിത, ഓംകാരത്തിന്റെയും വേദാന്ത തത്വങ്ങളുടെയും വിശദീകരണം. വായവീര സംഹിത, ശിവന്റെ സർവ്വവ്യാപിത്വം, സൃഷ്ടിക്രമം, മോക്ഷമാർഗങ്ങൾ. ശിവപുരാണം ശൈവമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. ഭക്തിയുടെയും ആരാധനയുടെയും ശക്തിക്ക് ഇത് വലിയ ഊന്നൽ നൽകുന്നു. ശിവനെ പൂർണ്ണമായി ശരണം പ്രാപിക്കുന്നതിലൂടെ ഭക്തർക്ക് ഈ ലോകത്തിലെ ദുരിതങ്ങളിൽ നിന്നും ആത്യന്തികമായി മോക്ഷത്തിൽ നിന്നും മോചനം നേടാൻ കഴിയുമെന്നും ഈ പുരാണം പഠിപ്പിക്കുന്നു.